എത്ര കോടികൾ കൊടുത്താലും നഷ്ടമില്ലാത്തൊരു ബാറ്റ്സ്മാൻ, അതാണ് നിക്കോളാസ് പൂരൻ. എന്തൊരു അപകടകരമായ ബാറ്റ്സ്മാനാണ്. ലക്നൗ സൂപ്പർ ജയൻസ് എന്തൊരു അപകടം പിടിച്ച ടീമാണ്. ആ തുടക്കത്തിൽ തന്നെ ഒരു ദയാദാക്ഷിണ്യമില്ലാതെ അടിച്ച് തകർത്ത് കളിക്കുന്ന നിക്കോളാസ് പൂരനും അതേപോലെ തന്നെ മിച്ചൽ മാർഷും, പിന്നെയുള്ളൊരാൾ മറക്രം. ഈ 3 പില്ലേഴ്സ്, ഈ 3 നെടുംതൂണുകൾ ഈ ലക്നൗ സൂപ്പർ ജയൻസിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് ഈ ഒരു കളി തെളിയിച്ചിട്ടുണ്ട്. അടിയുടെ പൊടി പൂരം, തലങ്ങും വിലങ്ങും അടിക്കുക. വെറും 36 ബോളിൽ 87 റൺസ് എടുത്തിട്ടുള്ള പെർഫോമൻസ്. എന്താണ് ഈ 2025 ശരിക്കും ആ സ്റ്റാർട്ടിങ് മുതൽ ഇവർ തമ്മിലുള്ള ആ ഒരു കോംബോ, ഇവർ തമ്മിലുള്ള ആ ഒരു അന്തർധാര, അത് ശരിക്കും വർക്കൗട്ടായിട്ടുണ്ട്. നിക്കോളാസ് പൂരനും അതുപോലെ തന്നെ മിച്ചൽ മാർഷും ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. ഭാഗ്യം കൊണ്ട് ഋഷഭ് പന്തിന് ഈ ഒരു കളിയിൽ ബാറ്റിങ്ങിന് ഇറങ്ങേണ്ടി വന്നില്ല. ഈ കളിയും ബാറ്റിങ്ങിന് ഇറങ്ങിയിട്ട് വെറും പരാജയമായിരുന്നുണ്ടെങ്കിൽ ശരിക്കും ഋഷഭ് പന്തിൻ്റെ ഭാവി തുലാസിലാവുന്നുള്ളത് ഉറപ്പാണ്. അജിങ്ക്യ രഹാനെ, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൽ ഓരോ കളിയും അത്യാവശ്യം കഷ്ടപ്പെടുന്നത് അജിങ്ക്യ രഹാനാന്ന് തോന്നിയിട്ടുണ്ട്. കഷ്ടപ്പെടാനുള്ള റീസൺ ഉണ്ട്. കാരണം അജിങ്ക്യ രഹാനയുടെ ഒരു കരിയർ നമ്മൾ ശ്രദ്ധിക്കണം. ഇന്ത്യൻ ടീമിൽ സ്ഥാനമല്ല, അതുപോലെ തന്നെ IPLലും പല ടീമുകളും തട്ടി കളിക്കുന്ന ആ ഒരു സാഹചര്യത്തിലാണ് ബോണസായിട്ട് അജിങ്ക്യ രഹാനയ്ക്ക് ലോട്ടറി അടിച്ച പോലെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൽ ഒരു ക്യാപ്റ്റൻ സ്ഥാനം കിട്ടിയത്. ഈ ക്യാപ്റ്റൻ സ്ഥാനവും അതുപോലെ തന്നെ IPLലെ ഒരു സ്ഥിരം സ്ഥാനവും അതുപോലെ അതുവഴി ഇന്ത്യൻ ടീമിൽ കയറി പറ്റുക എന്നുള്ള ഒരു ചിന്തകളും എല്ലാം കൂടിയായിട്ട് കളി ജയിപ്പിക്കണം എന്നുള്ളത് അജിങ്ക്യ രഹാനയുടെ മാത്രമായിട്ടുള്ളൊരു ഉത്തരവാദിത്തമായിട്ടാണ് ശരിക്കും ഇപ്പോൾ തോന്നുന്നത്. KKRൻ്റെ കാര്യം എടുത്ത് നോക്കുമ്പോൾ റിങ്കു സിംഗ് ഒന്നും പഴയ കളിയുടെ ഒരു നിഴൽ പോലും ഇല്ലാത്തൊരവസ്ഥയാണ്. 35 ബോളിൽ 61 റൺസ് എടുത്ത് അജിങ്ക്യ രഹാന വളരെയധികം കഷ്ടപ്പെട്ട് വെങ്കടേഷ് അയ്യരും അത്യാവശ്യം നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട്. പക്ഷേ LSGയോട് കിടപിടിക്കാൻ ആവില്ല മക്കളെ എന്നുള്ളൊരു സാഹചര്യത്തിലാണ് ശരിക്കും നിൽക്കുന്നത്. എന്തായാലും ഒരു 238 റൺസിൻ്റെ ടോട്ടൽ 234 വരെ ചേസ് ചെയ്ത് വരാമെന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിന് ശരിക്കും KKRനെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യണം.